ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വിഷയം ബാത്റൂമിൽ പോയി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതും ഗൗരവത്തിൽ എടുക്കേണ്ടതായ ഒരു വിഷയമാണ് ബാത്റൂമിൽ പോയി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ നാം ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമാണ് അത് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം നാം ശ്രദ്ധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഇതുപോലെയുള്ള അറിവുകൾ നാം ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ അനേകമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു മുസ്ലിം എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ ചിരിക്കണം, അതൊക്കെയും ഇസ്ലാം നമുക്ക് വളരെ വിശദമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മുസ്ലിം ബാത്റൂമിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സ്വീകരിക്കണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം മര്യാദകൾ പാലിക്കണം, ഇസ്ലാം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നാം ഒക്കെയും മനസ്സിലാക്കിയത് നിസ്കരിക്കലും നോമ്പ് നോൽക്കലും ഹജ്ജ് ചെയ്യലും സക്കാത്ത് കൊടുക്കലും ഖുർആൻ ഓതലും മാത്രമാണ് ഇബാദത്ത്. അതല്ല, ഒരു വിശ്വാസിയുടെ, ഒരു മുസ്ലിമിൻ്റെ അള്ളാഹു പൊരുത്തപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് ഇബാദത്താണ്. ഇസ്ലാം പഠിപ്പിച്ച രീതിയിൽ ബാത്റൂമിലേക്ക് പോയാൽ അതും ഇബാദത്താണ്. അത് എങ്ങനെയാകണമെന്ന് മഹാന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫിഖ്ഹിൻ്റെ എല്ലാ കിതാബുകളിലും കാണാം. ആദാബുൽ ഖലാഇൻ്റെ മര്യാദകൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് 30ഓളം മര്യാദകൾ ബാത്റൂമിലേക്ക് പോകുമ്പോൾ നാം സ്വീകരിക്കേണ്ട, പാലിക്കേണ്ട 30ഓളം മര്യാദകൾ പറഞ്ഞിട്ടും അതൊക്കെയും നാം ചെയ്യണം. എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, വലിയ വിജയങ്ങളുണ്ടാകും. അതല്ലാതെ അതൊന്നും നാം ചെയ്യാതെ ഇസ്ലാം വിലക്കിയ കാര്യങ്ങൾ നാം ബാത്റൂമിൽ ചെയ്താൽ വലിയ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, വലിയ രോഗങ്ങളുണ്ടാകും. ആ കാര്യമാണ് ഇന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുവാനും നല്ലത് കേൾക്കുവാനും തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ബാത്റൂമിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം: 1. മൂത്രത്തിൻ്റെ അല്ലെങ്കിൽ കാഷ്ടത്തിൻ്റെ മേൽ തുപ്പൽ. അത് പാടില്ല. അത് വസ്വാസ് ഉണ്ടാക്കും. വസ്വാസ് എന്നത് പൈശാചിക രോഗം. അതുപോലെ തന്നെ പല്ലുകൾക്ക് മഞ്ഞ നിറമുണ്ടാകും. നാം ഒക്കെയും പല്ലുകൾക്ക് ഭംഗിയാണ് ഇഷ്ടപ്പെടുന്നത്. പല്ലിനെ എപ്പോഴും നാം ശ്രദ്ധിക്കുന്നു. പരിശുദ്ധ ഇസ്ലാം 5 സമയങ്ങളിൽ 5 വക്ത് നിസ്കാരത്തിൽ വുളൂ ചെയ്യുന്ന സമയത്ത് പല്ല് തേക്കൽ വളരെയധികം മഹത്വമുള്ള ഒരു കാര്യമാണ്. പല്ല് തേച്ച് നിസ്കരിക്കുന്നതും തേക്കാതെ നിസ്കരിക്കുന്നതും വലിയ മഹത്വമായിട്ടാണ് ഇസ്ലാം കാണുന്നത്. അപ്പോൾ ബാത്റൂമിൽ പോയി മൂത്രത്തിലേക്കോ കാഷ്ടത്തിലേക്കോ തുപ്പിയാൽ നമുക്ക് 2 രോഗമാണ് ഉണ്ടാകുന്നത്. 1. വസ്വാസ്. മറ്റൊന്ന് നമ്മുടെ പല്ലിൻ്റെ കളറ് മഞ്ഞയാകും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. ബാത്റൂമിലിരുന്ന് മൂത്രിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കാഷ്ടിക്കുന്ന സമയത്ത് നാം പല്ല് തേച്ചാൽ മറവി എന്ന രോഗമുണ്ടാകും. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടും. 3. ബാത്റൂമിൽ പോയി അനാവശ്യമായി കുറേ നേരം ഇരുന്നാൽ മൂലക്കുരു എന്ന രോഗം നമ്മെ പിടികൂടും. അല്ലാഹു തആല ആ രോഗത്തിൽ നിന്നും നമ്മെ കാക്കട്ടെ. ആമീൻ. 4. ബാത്റൂമിലിരുന്ന് മൂക്ക് വൃത്തിയാക്കൽ. മൂക്ക് ക്ലീൻ ആക്കിയാൽ അതൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും. അതായത് കാഷ്ടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂത്രിക്കുന്ന സമയത്ത് വൃത്തിയാക്കിയാൽ അത് ടെൻഷൻ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറൂല. 5. നമ്മുടെ മോതിരം അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കൽ. അത് അവനെ ശൈത്താൻ സ്വാധീനിക്കും. അവൻ്റെ ഒരു കാര്യവും മുമ്പോട്ട് പോവാൻ ശൈത്താൻ സമ്മതിക്കൂല. 6. ആവശ്യമില്ലാതെ ബാത്റൂമിൽ സംസാരിച്ചാൽ ദാരിദ്ര്യമുണ്ടാക്കും.
ബാത്റൂമിൽ പോയി സംസാരിക്കുക, ബാത്റൂമിൽ പോയി പാട്ട് പാടുക, ഇതെല്ലാം അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യമുണ്ടാക്കും. 7. ബാത്റൂമിൽ പോയി തലയിലുള്ള പേനിനെ കൊല്ലുക. പേനിനെ കൊന്നാൽ 40 രാത്രികളിൽ അല്ലെങ്കിൽ 40 ദിവസം അവൻ്റെ കൂടെ ശൈത്താൻ താമസിക്കും. അള്ളാഹുവിൻ്റെ സിക്റിനെ തൊട്ട് അവനെ മറപ്പിച്ച് കളയും. 8. 2 കൈകൾക്കിടയിൽ തലയെ ആക്കൽ. ഇങ്ങനെ ചെയ്താൽ അവൻ്റെ ഖൽബ് ഗട്ടിയാവും. ഖൽബ് എന്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞാലും അവൻ്റെ കൽബിൽ കയറൂല. ലജ്ജ നീങ്ങിപ്പോകും. കുഷ്ഠരോഗം അവനെ പിടികൂടും. പ്രിയപ്പെട്ടവരെ, ഈ 8ഓളം കാര്യങ്ങൾ നാം ബാത്റൂമിൽ പോയി ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ രോഗങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞ മറവി ഉണ്ടാകും. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയും. അതുപോലെ തന്നെ മൂലക്കുരു എന്ന രോഗമുണ്ടാകും. ടെൻഷൻ ഉണ്ടാകും. ശൈത്താൻ സ്വാധീനിക്കും. ദാരിദ്ര്യമുണ്ടാകും. അതേപോലെ തന്നെ കുഷ്ഠരോഗമുണ്ടാകും എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെയും നാം ബാത്റൂമിൽ പോയി അവിടെ നാം മൂത്രിക്കുമ്പോൾ, കാഷ്ടിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബാത്റൂമിൽ പോകലും വരലും അള്ളാഹു ഇഷ്ടപ്പെട്ട നിലക്ക് ആക്കിത്തീർക്കട്ടെ. ആമീൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, നന്മ തോന്നിയാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അള്ളാഹ്.